പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കിയിട്ട് ദൈവമേ നിന്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് എന്നെ ഒന്ന് ചേർത്ത് വെക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യം ദൈവം നമുക്ക് ഇന്ന് നൽകി. ആ ഭാഗ്യം നഷ്ടപ്പെടാതിരിക്കാൻ ഈശോയിലേക്ക് തന്നെ നോക്കിയിരിക്കുക. ഭാവേ നീ തരുന്ന ഭാഗ്യം നഷ്ടപ്പെടുവാൻ എന്നെ അനുവദിക്കരുതേ എന്ന്, നീ തരുന്ന ഭാഗ്യം നഷ്ടപ്പെടുത്താൻ എന്നെ അനുവദിക്കരുതേ എന്ന് പറഞ്ഞു. മർഗരീത്ത മറിയം അലക്കോക്ക് ഒരു വിശുദ്ധയാണ്. മർഗരീത്ത മറിയം അലക്കോക്ക് ഈ വിശുദ്ധിക്കാണ് 1673 തൊട്ട് 1675 വരെ ഈശോയുടെ തിരുഹൃദയം പ്രത്യക്ഷമാവുകയും പല പ്രാവശ്യം ഈ വിശുദ്ധയോടെ തിരുഹൃദയം സംസാരിക്കുകയും തിരുഹൃദയ രൂപനായ കർത്താവ് ഈ ലോകത്തിന് വേണ്ടുന്ന 12 സന്ദേശങ്ങളെ നൽകിയതും ഈ വിശുദ്ധിക്ക് വന്നത് മുഴുവൻ അവന്റെ തിരുഹൃദയമായിട്ടാണ്. കീറിമുറിഞ്ഞ ഹൃദയമാണ് ഈ വിശുദ്ധിക്ക് കാണിച്ചു കൊടുത്തത്. ആളിക്കത്തുന്ന സ്നേഹത്തിന്റെ നിറവുള്ള ഹൃദയമാണ് കാണിച്ചു കൊടുത്തത്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധ അലക്കോക്കിന് പ്രത്യക്ഷപ്പെട്ട ഈശോയുടെ തിരുഹൃദയ രൂപം തന്നെയല്ലേ ഈ പരിശുദ്ധ കുർബാനയിൽ ഇങ്ങനെ എഴുന്നള്ളിയിരിക്കുക. ഇതാ മനുഷ്യ സ്നേഹത്തെ കൊണ്ട് തീ പിടിച്ച ഹൃദയം, മനുഷ്യനെ കുറിച്ചുള്ള ദാഹം കൊണ്ട് പരവേശമെടുക്കുന്ന ഹൃദയം, മനുഷ്യന്റെ വീഴ്ചകളെ ഓർത്തുള്ള ദുഃഖം കൊണ്ട് കണ്ണുനീരണിയുന്ന ഹൃദയം, മനുഷ്യന്റെ തകർച്ചകളെ ഓർത്ത് പിടയുന്ന ഹൃദയത്തിന്റെ ഉടമയായ ക്രിസ്തുവിന്റെ പരിശുദ്ധ കുർബാന. കരവൊന്ന് ഉയർത്തി ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചേ, കരവൊന്ന് ഉയർത്തി നീട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ചേ. കർത്താവായ ഈശോയേ, അങ്ങയുടെ പരിശുദ്ധ ഹൃദയത്തിന് ഇന്നും എന്നും എപ്പോഴും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടാകട്ടെ. യേശുവേ, അങ്ങയുടെ പരിശുദ്ധ ഹൃദയത്തിന് ഇന്നും എന്നും എപ്പോഴും സ്തുതിയും ആരാധനയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, എന്നെയും കുടുംബത്തെയും വസ്തുവകകളെയും അങ്ങയുടെ പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. യേശുവേ, അങ്ങയുടെ തിരുഹൃദയത്തിന്റെ മക്കളാക്കി ഞങ്ങളെ സ്വീകരിക്കുകയും വളർത്തുകയും ചെയ്യണമേ. യേശുവേ, അങ്ങയുടെ തിരുഹൃദയം ഞങ്ങളെ ഭരിക്കട്ടെ, വിശുദ്ധീകരിക്കട്ടെ, വേർതിരിക്കട്ടെ, സ്വന്തമാക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ തിരുഹൃദയത്തെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവർക്ക് 12 വാഗ്ദാനമാണ് ദൈവം നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വാഗ്ദാനം ഇതാ: എന്റെ തിരുഹൃദയത്തെ അംഗീകരിക്കുകയും ആദരിക്കുകയും സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിന് ആവശ്യമായ അനുഗ്രഹം ഞാൻ നൽകും. ഈശോയുടെ വാഗ്ദാനമാണ്. എന്റെ മക്കളെ, ഇതാ തിരുഹൃദയത്തെ ആദരിച്ച് അംഗീകരിച്ച് സ്തുതിച്ച് ബഹുമാനിക്കുന്നവരുടെ ജീവിതത്തിന് ആവശ്യമായത് ദൈവം തരാതിരിക്കുകയല്ല. കാരണം അവന്റെ ഹൃദയം നിനക്കുള്ള സമ്പത്തിന്റെ കലവറയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തെ മുറുകെ പിടിച്ച് ജീവിക്കുക. രണ്ടാമത് വരുന്ന വാഗ്ദാനം ഇതാ: ഈശോയുടെ തിരുഹൃദയ രൂപം സ്ഥാപിക്കുകയും ആ രൂപത്തിന്റെ കീഴിൽ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ആ തിരുഹൃദയത്തെ അള്ളിപ്പിടിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളിൽ നിന്ന് ഞാൻ ഒരിക്കലും സമാധാനം പിൻവലിക്കുകയില്ല. യേശുവിന്റെ സമാധാനം ആ കുടുംബത്തിന്റെ പേര്, കുടുംബാംഗങ്ങളുടെ പേര് നിറഞ്ഞു നിൽക്കുമെന്നതാണ് രണ്ടാമത്തെ വാഗ്ദാനം. നമ്മുടെ കുടുംബത്തെ മുഴുവൻ ഈശോയുടെ തിരുഹൃദയത്തിന് കൊടുത്തേക്ക്, ഈശോയുടെ തിരുഹൃദയത്തിന് കൊടുത്തേക്ക്. അവനോട് പറ, സമാധാനം നഷ്ടപ്പെട്ട്, ഐക്യം നഷ്ടപ്പെട്ട്, തകർന്നു തരിപ്പണമായി കല്ലിൽ വീണ മൺകുടം പോലെ ചിതറിക്കിടക്കുന്ന കുടുംബത്തെ അങ്ങയുടെ സമാധാനത്തിൽ ഒന്നിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ ഈശോയുടെ തിരുഹൃദയം അത് ചെയ്യും. മൂന്നാമതായിട്ട് പറയുന്നത്, എന്റെ തിരുഹൃദയത്തെ ആരാധിച്ച് സ്തുതിക്കുന്നവരുടെ ക്ലേശങ്ങളിൽ ഞാൻ അവരെ സമാശ്വസിപ്പിക്കും. നോക്കുക, ക്ലേശങ്ങളിൽ ഞാൻ അവരെ സമാശ്വസിപ്പിക്കും. നമ്മുടെ ക്ലേശങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞു നടക്കുന്നവരാ നമ്മുടെ ക്ലേശങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്ന് പരാതി പറയുന്നവരാ. നമ്മുടെ ക്ലേശങ്ങൾ തീരുന്നില്ല എന്ന് കരഞ്ഞു നടക്കുന്നവരാ. എന്നാൽ ഈശോ പറയുക, ഇതാ എന്റെ തിരുഹൃദയത്തെ ഏറ്റെടുക്കുകയും തിരുഹൃദയത്തെ ആരാധിക്കുകയും
തിരുഹൃദയത്തെ നിന്നോട് ചേർത്ത് വെക്കുകയും ചെയ്ത നിന്റെ ക്ലേശങ്ങളെ ഞാൻ നിന്റെ സമാശ്വസിപ്പിക്കുന്ന ഹൃദയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാലാമതായിട്ട് ഈശോയുടെ തിരുഹൃദയം നമുക്ക് തരുന്ന വാഗ്ദാനം ഇതാ. ഈ തിരുഹൃദയത്തെ സ്വീകരിക്കുകയും പൂജിക്കുകയും തിരുഹൃദയത്തിന്റെ നാമത്തിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നവരെ അവരുടെ ജീവിതകാലത്തും മരണസമയത്തും ഞാൻ അവരുടെ അഭയമായിരിക്കും. പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. കാരണം എന്നാ? പരിശുദ്ധ കുർബാനയിലാണ് ത്രസിക്കുന്ന ഈശോയുടെ ഹൃദയമുള്ളത്. അതുകൊണ്ട് പറഞ്ഞ എന്റെ തിരുഹൃദയത്തെ ആരാധിച്ച് പ്രതിഷ്ഠിക്കുകയും പരിശുദ്ധ കുർബാന സ്വീകരിച്ച് എന്റെ ഹൃദയത്തോട് ഒന്നായി ചേരുകയും ചെയ്യുന്നവൻ ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴും ഞാൻ അവന് ശക്തമായ അഭയമായിരിക്കും. അപ്പോൾ ഒരഭയ സങ്കേതമായിട്ടാണ് ഈശോയുടെ തിരുഹൃദയത്തെ നമുക്ക് നൽകിയിരിക്കുന്നത്. അഞ്ചാമതായിട്ട് പറയുന്നത് അവരുടെ പരിശ്രമങ്ങളെ ഞാൻ ഫലസമൃദ്ധിയിലേക്ക് നയിക്കും. ഈശോയുടെ തിരുഹൃദയത്തെ സ്തുതിച്ച് ആരാധിച്ച് പ്രവൃത്തി ചെയ്യുന്നവന്റെ, അംഗീകരിച്ച് ജീവിക്കുന്നവന്റെ പരിശ്രമങ്ങളെ ഞാൻ ഫലസമൃദ്ധിയിലേക്ക് നയിക്കുമെന്ന അഞ്ചാമത്തെ വാഗ്ദാനം. ആറാമത്തെ വാഗ്ദാനം ഇതാ. അങ്ങനെ എന്റെ തിരുഹൃദയത്തിൽ അഭയം തേടുന്ന പാപികളെ എന്റെ ഹൃദയത്തിന്റെ കാരുണ്യ സമുദ്രത്തിൽ ഞാൻ കഴുകിയെടുക്കും. പാപം പറ്റിയോ? വീഴ്ച പറ്റിയോ? തകർന്നോ? എന്തുമാത്രം അധപ്പതിച്ചോ? ഈശോ പറയാ, എന്റെ ഹൃദയത്തിലേക്ക് വന്നാൽ ഞാൻ എന്റെ ഹൃദയത്തിന്റെ കാരുണ്യ കടലിൽ ഏത് പാപിയെ കഴുകിയെടുത്ത് എന്റെ മകനാക്കി ആ ധൂർത്തപുത്രനെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചതുപോലെ കെട്ടിപ്പിടിക്കും. അതാണ് ഈശോയുടെ തിരുഹൃദയം നമുക്ക് തരുന്ന ആറാമത്തെ വാഗ്ദാനം. ഏഴാമത്തെ വാഗ്ദാനം ഇതാ അവൻ ദൈവസ്നേഹത്തിൽ തീഷ്ണതയുള്ളവനും തീഷ്ണതയുള്ളവളുമായിരിക്കും. എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിൽ എരിഞ്ഞിട്ട് ശത്രുവിനെ പോലും സ്നേഹിച്ച് പരസ്പരം സ്നേഹിച്ച് സ്നേഹത്തിന്റെ അടയാളങ്ങളായി ഈ ലോകത്തിലേക്ക് ജീവിക്കാൻ ഞാൻ അവരെ അനുവദിക്കും. സ്നേഹം ഒട്ടും കുറയാതെ സ്വീകരിക്കാനും ഒട്ടും കുറയാതെ മറ്റുള്ളവർക്ക് കൊടുക്കാനും ഞാൻ അവരെ പ്രാപ്തനാക്കും. ഇതാണ് ഏഴാമത്തെ വാഗ്ദാനം. എട്ടാമത്തെ വാഗ്ദാനം ഇതാ. യേശുവിന്റെ തിരുഹൃദയത്തെ ആരാധിക്കുന്നതിനെ പൂർണ്ണതയിലേക്ക് ഞാൻ കൈപിടിച്ചു കൊണ്ട് നടക്കും. പറഞ്ഞില്ലേ, എന്റെ സ്വർഗസ്ഥനായ പിതാവ് പൂർണ്ണരായിരിക്കുന്നത് പോലെ നിങ്ങൾ പൂർണ്ണരായിരിക്കാൻ ശ്രമിക്കുക. ഈശോയുടെ തിരുഹൃദയം പറയാം, സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളെയും ഞാൻ പരിപൂർണതയിലേക്ക് വഴി നടത്തും. എപ്പോഴ് എന്ന് ചോദിച്ചാൽ ഈശോയുടെ തിരുഹൃദയത്തെ ആരാധിച്ച് സ്തുതിച്ച് ജീവിക്കുമോ. ഒൻപതാമത്തെ വാഗ്ദാനം ഇതാ. ഈശോയുടെ തിരുഹൃദയത്തെ ആരാധിച്ച് വണങ്ങുകയും ആ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ചിത്രം തന്റെ വീടിന്റെ കട്ടിടപ്പടിയിൽ ചാർത്തി അംഗീകരിച്ച് ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് ഞാൻ എന്റെ ആശീർവാദം പിൻവലിക്കുകയില്ല. ഇതല്ലേ കണ്ണം തുറന്ന് ഈശോയിലേക്ക് നോക്കി വീടിന്റെ എവിടെയാ ആ തിരുഹൃദയം ഇരിക്കുന്നത്? എവിടെയാണ് എന്റെ വീട്ടിൽ തിരുഹൃദയം ഇരിക്കുന്നത്? ഈശോ പറയുന്നത് ആ പ്രധാന വാതിൽ കട്ടിടപ്പടിക്ക് മോളിൽ രാജാതിരാജനായി, ആ കുടുംബത്തിന്റെ സംരക്ഷകനായി, ആ കുടുംബത്തിന്റെ കോട്ടയായി, ഈശോയുടെ ഹൃദയം മുറിഞ്ഞൊഴുകുന്ന തിരുരക്തത്തിൽ കോട്ട കെട്ടുന്നവനായി ആ നിന്റെ പ്രധാന വാതിലിന്റെ മുകളിൽ തന്നെ ആ കുടുംബത്തെ അടക്കി ഭരിക്കുന്ന രാജാവായി എന്റെ ഹൃദയത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഞാന് എന്റെ ആശീർവാദം ആ കുടുംബത്തിൽ നിന്ന് ഒരിക്കലും പിൻവലിക്കുകയില്ല. ശ്രദ്ധിച്ചേക്കണേ, പലപ്പോഴും നമ്മുടെ ഇപ്പൊ രൂപമൊക്കെ അവിടുന്ന് മാറി. ഇപ്പൊ ആ രൂപം അവിടുന്ന് മാറ്റിയിട്ട് പലരും ഗെത്സമനി പ്രാർത്ഥിക്കുന്നു, കരുണയുടെ രൂപമൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ വാഗ്ദാനങ്ങൾ തിരിച്ചറിയാനാണ്. പണ്ടൊക്കെ പാരമ്പര്യമായിട്ട് കാരണന്മാര് ആ രൂപങ്ങാനം ഒന്ന് തുടയ്ക്കാൻ എടുത്തിട്ട് അവിടെ വെച്ചിട്ട് ഒന്ന് മറന്നാൽ ഊട്ടി വന്ന് കൊണ്ടവെക്ക അവിടെ എന്ന് പറഞ്ഞ് വഴക്ക് പറയാറുണ്ട്. അപ്പൊ ആര് വഴക്ക് പറയാം? ആര് ചോദിക്കും? തിരുഹൃദയം എവിടെ ഇരുന്നാലും ആർക്കറിയാം എന്തിനു വെച്ചു? ആ തിരുഹൃദയ വാക്കിങ്ങനെ വാതിന്റെ പടിക്ക് മുകളിൽ നിൽക്കുന്നതിന് വലിയ അർത്ഥമുണ്ട് കേട്ടോ. സംഹാര ദൂതൻ ഇസ്രായേൽ കുടുംബങ്ങളെ ആക്രമിക്കാതെ കടന്നുപോയത് ഒരു കുഞ്ഞാടിന്റെ തിരുരക്തം ആ കട്ടിടിപ്പടിയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇന്ന് സകല കത്തോലിക്ക കുടുംബങ്ങളും യേശു വിശ്വസിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും യേശുവാകുന്ന കുഞ്ഞാടിന്റെ തിരുഹൃദയ മുറിവ് കാണുമ്പോൾ ഒരു പിശാചും ഒരു തിന്മയുടെ ശക്തിയും ഒരു തന്ത്ര ശക്തികളും ആ വീട്ടിലേക്ക് കയറില്ല. കാരണം മുറിവേറ്റ ഹൃദയത്തിന്റെ ഉടമയോടെ അങ്ങനെ ആ കുടുംബം മുഴുവൻ ഭരിച്ചു നിൽക്കുകയാ. വേലിക്കെട്ട് തീർത്ത് തന്റെ രക്തക്കോട്ടയ്ക്കുള്ളില് ആ കുടുംബത്തെയും കുടുംബാംഗങ്ങളെ സംരക്ഷിച്ചു നിൽക്കുമ്പോൾ ഏത് തിന്മയുടെ ശക്തിക്ക്, ഏത് മഹാമാരിക്ക്, ഏത്
തകർച്ചയ്ക്ക് ആ കുടുംബത്തിലേക്ക് കയറി വരാൻ പറ്റും. ചെയ്യണം. പണ്ട് ഇതേപോലെ തന്നെയായിരുന്നു. എല്ലാ മാസാദി വെള്ളിയാഴ്ചയും അപ്പനും അമ്മയും മക്കളും വീടിന് പുറത്തേക്ക് ഇറങ്ങും. വൈകുന്നേരം സന്ധ്യാസമയം, പ്രാർത്ഥനയ്ക്ക് സമയം വീടിന് പുറത്തേക്ക് ഇറങ്ങി ആ നടവാതുക്കൽ പ്രതാപപൂർണമായി നിൽക്കുന്ന തിരുഹൃദയ രൂപത്തിൽ ചുവട്ട് താഴെ ഒരു തിരികെ എത്തിച്ച് വെച്ച് ആ തിരുഹൃദയ പ്രതിഷ്ഠ നടത്തി കുടുംബത്തിനകത്തേക്ക് കയറുമായിരുന്നു. ഇപ്പൊ ഉണ്ടോന്ന് ചോദിച്ചാൽ അറിയില്ല. ചില ചങ്ങനാശ്ശേരി രൂപത പല സ്ഥലങ്ങളിലെ കുടുംബങ്ങൾ ഞാൻ കണ്ടത്. ഇവിടെ കൊണ്ടോന്ന് ചോദിച്ചാൽ അറിയില്ല. എന്തിനാ പുറത്തേക്ക് ഇറങ്ങി? അകത്തുനിന്ന് പുറത്തേക്ക് വന്ന് ആ തിരുഹൃദയത്തെ വളർന്ന് ചവടങ്ങി തന്റെ കുടുംബത്തിന് ചുറ്റും കോട്ടയായി നിൽക്കുന്ന തമ്പുരാനെ സ്തുതിച്ച് വീണ്ടും ഈ ഒരു മാസക്കാലം കോട്ടകെട്ട് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കോട്ടയ്ക്കുള്ളിലേക്ക് കയറുന്ന മാതാവും പിതാവും മക്കളും യേശുവിന്റെ ചങ്കിനകത്തേക്ക് കയറുന്നതിന്റെ സൂചനയായിട്ടാണ് കയറുന്നത്. കോട്ടക്കകത്തേക്ക് കയറുന്ന മാതാവും പിതാവും മക്കളും. ആ മക്കള് തകരാൻ ദൈവം അനുവദിക്കും. ആ മക്കളുടെ പാദം പിഴയ്ക്കുവാൻ ദൈവം അനുവദിക്കുമോ? ആ മക്കൾക്ക് തകർച്ച വരാൻ കാരണം കോട്ടയ്ക്കുള്ളിലേക്ക് ആ ചങ്കിനകത്തേക്കാണ് കയറുന്നത്. പ്രിയപ്പെട്ടവരുടെ 10ാമത്തെ വാഗ്ദാനം അതാണ്. തുടർന്ന് ദൈവം തരുന്ന വാഗ്ദാനം 10 കഴിഞ്ഞ പിന്നെ 11ാമത്തെ 10ാമത്തെ വാഗ്ദാനം, ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ കഠിന ഹൃദയരെയും ഞാൻ മാംസല ഹൃദയത്തിന്റെ ഉടമയാക്കി. ദേഷ്യം, അരിശം, വാശി, വൈരാഗ്യം ഇതുകൊണ്ടൊക്കെ നിറഞ്ഞ വ്യക്തികളുണ്ട്. ആ വ്യക്തികളെ കുറിച്ചാണ് ഈശോ പറയുക, ഇതാ നിങ്ങൾ അങ്ങനെ ഹൃദയത്തിനുടമയാണെങ്കിൽ പേടിക്കേണ്ട, ഭയപ്പെടേണ്ട. എന്റെ ദേഷ്യം മാറുന്നില്ലല്ലോ, സങ്കടം മാറുന്നില്ലോ, നീ വിലപിക്കേണ്ട. ഈശോയുടെ ഹൃദയത്തിലേക്ക് കൊടുത്താൽ മതി, മാറ്റി തരും. 11ാമത്തെ വാഗ്ദാനം ഇതാ, അവരുടെ പേരുകൾ എന്റെ ഹൃദയത്തിൽ ഞാൻ ഉല്ലേഖനം ചെയ്തു വെച്ചിരിക്കും. ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ പേരുകളെ എന്റെ ഹൃദയത്തിൽ ഞാൻ ഉല്ലേഖനം ചെയ്തു വെക്കും. 12ാമത്തെ വാഗ്ദാനം ഇതാ, 9 മാസാദ വെള്ളിയാഴ്ച എന്റെ ഹൃദയത്തിന്റെ സ്തുതിക്കായി പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരെ അത്യാവശ്യ കൂദാശകൾ സ്വീകരിച്ച് നല്ല മരണത്തിലേക്ക് ഞാൻ നയിക്കും. 12ാമത്തെ ഇതാ, നല്ല മരണത്തിലേക്കാണ്. ഈശോയുടെ തിരുഹൃദയത്തെ സ്തുതിച്ചാരാധിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തികളെ നല്ല മരണത്തിലേക്ക് നയിക്കും. 12 വാഗ്ദാനങ്ങളാണ് ഈശോയുടെ തിരുഹൃദയം നമുക്ക് തരിക. പ്രിയപ്പെട്ടവരുന്നുണ്ട്, ഈശോയുടെ തിരുഹൃദയത്തെ ചങ്കോട് ചേർത്ത് പിടിക്കാനും കുടുംബത്തോട് ചേർത്ത് പിടിക്കാനും ഈശോയുടെ തിരുഹൃദയത്തിന്റെ അഭയം തേടാനും നമ്മൾ മറക്കല്ലേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ഈശോയുടെ തിരുഹൃദയത്തെ 2 കരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ ആരാധന, ആരാധന. കർത്താവേ ഈശോയുടെ തിരുഹൃദയത്തിന്റെ വാഗ്ദാനങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുന്ന, നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിന്റെ വാഗ്ദാനങ്ങളിലേക്ക് ഞങ്ങൾ ചേർത്ത് പിടിക്കുന്ന, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ ലോകത്തെ പീഡകളെ, തകർച്ചകളെ, നൊമ്പരങ്ങളെ ചേർത്ത് വെക്കുന്നു. ഈശോയെ തിരുഹൃദയത്തിന്റെ കലവറ തുറക്കണമേ, തിരുഹൃദയത്തിന്റെ കലവറ തുറക്കണമേ, ഞങ്ങളിലേക്ക് ദൈവശക്തി ഒഴുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ദൈവാനുഗ്രഹം അണപൊട്ടി ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന സമയമാണ്. ദൈവാനുഗ്രഹം അണപൊട്ടി യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന സമയമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ സ്തുതി, സ്തുതി, സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് കിരീട നിയോഗ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ഇന്ന് 12 വെള്ളിയാഴ്ചത്തേക്ക് കിരീട നിയോഗം എടുത്തിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, അടുത്ത വെള്ളിയാഴ്ച തൊട്ട് 12 വെള്ളിയാഴ്ച നിങ്ങൾ വരുമ്പോഴേ മാതാവിന്റെ തിരുവത്തിന് മുമ്പിൽ തിരുകത്തിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് എത്രയും മാതാവ് ചൊല്ലി പ്രാർത്ഥിക്കുക. അതിനുശേഷം മാതാവിന്റെ കിരീടമോ സ്വരൂപമോ എടുത്ത് പള്ളിക്ക് ചുറ്റും വിശ്വാസ പ്രമാണം ചൊല്ലി എത്രയും നേരം മാതാവ് ചൊല്ലി പ്രാർത്ഥിക്കുക. പിന്നീട് പള്ളിയിലെ മുഴുവൻ ശുശ്രൂഷ, അതാണ് കിരീട പ്രാർത്ഥന. കൊന്ത തൊട്ട് പുരോഹിതന്റെ കയ്പ് ശുശ്രൂഷ വരെയാണ് കിരീട നിയോഗ പ്രാർത്ഥന. ആ നിയോഗ പ്രാർത്ഥന ശ്രദ്ധാപൂർവം പങ്കെടുത്ത് നിങ്ങളുടെ നിയോഗത്തെ കണ്ണുനീരോടെ അത്ഭുതകാശരൂപനാഥ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. കിരീട നിയോഗം എന്ന് പറയുന്നത് സ്വർഗത്തിന്റെയും ഭൂമിയുടെ രാജ്ഞിയായി കർത്താവ് പരിശുദ്ധ കന്യകാമറിയത്തെ അണിയിച്ച കിരീടത്തെ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ നടത്തുക. സ്വർഗത്തിന്റെ രാജ്ഞിയാണ്, ഭൂമിയുടെ രാജ്ഞിയാണ്, കുടുംബങ്ങളുടെ രാജ്ഞിയാണ്, ദേശത്തിന്റെ രാജ്ഞിയാണ്. അവിടെ വഴി നമ്മുടെ പ്രാർത്ഥനകളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഏറ്റവും പരിശുദ്ധിയായ കന്യകയെ, നീ വഴി അങ്ങേ സ്തുതിക്കാൻ ആവശ്യമായ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ഇഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ദരിദ്രഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടുവാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും നീക്കുക. ആമേൻ. ഒന്നാം നക്ഷത്ര പ്രാർത്ഥന. പരിശുദ്ധ അമ്മേ, എന്റെ മരണശേഷ അങ്ങ് തിരുക്കുമാനോടൊത്ത് സന്തോഷിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ. ഈ രഹസ്യത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കാലാകാലങ്ങളിൽ തലമുറകളായി മരിച്ചുപോയ എല്ലാ വ്യക്തികളെയും ഓർക്കുക. അവരുടെ ആത്മാക്കൾക്ക് നിത്യാശ്വാസം നൽകണമേ. ഏതെങ്കിലും പാപങ്ങളോ കടങ്ങളോ ശിക്ഷകളോ അകൃത്യങ്ങളോ അവർക്ക് ക്ഷമിക്കാനുണ്ടെങ്കിൽ തമ്പുരാനെ ക്ഷമിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ ദിവ്യകാരണീശോട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ദരിദ്രഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടുവാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. രണ്ടാം നക്ഷത്ര പ്രാർത്ഥന. ശക്തിയും മാധുര്യം നിറഞ്ഞവളുമായ പരിശുദ്ധ മറിയമേ, എന്റെ ഹൃദയ സംഘർഷങ്ങളെ എന്നെ സഹായിക്കണമേ. കണ്ണുകളടച്ച് നമ്മുടെ കുടുംബത്തിന്റെ ഏറ്റവും പ്രയാസം, ഏറ്റവും സങ്കടം, ഏറ്റവും നമ്മളെ വിഷമിപ്പിക്കുന്ന പ്രശ്നങ്ങളെ അത്ഭുതകാശിൽനാഥ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ദരിദ്രഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടുവാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മൂന്നാം നക്ഷത്ര പ്രാർത്ഥന. ഞാൻ ചെയ്ത പാപങ്ങൾ എനിക്ക് വളരെയധികം വേദന തരുന്നു. ഓ അമ്മേ, നീയാണല്ലോ പാപികളുടെ ആശ്രയം. 10 കൽപ്പനകൾ ലംഘിച്ച് നമ്മളും നമ്മുടെ പൂർവ്വപിതാക്കന്മാര് മക്കളും ചെയ്തു പോയ സകല അപരാധങ്ങളും ഈശോയുടെ തിരുഹൃദയത്തെ ഒത്തിരിയേറെ വേദനിപ്പിക്കുന്നുണ്ട്. അതിന് പരിഹാരമായി ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് അത്ഭുതകാശിർവനാഥ വഴി പരിശുദ്ധ ദിവ്യകാരണത്തിൽ ഈശോട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ദരിദ്രഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നാലാം നക്ഷത്ര പ്രാർത്ഥന. ഓ പരിശുദ്ധ മറിയമേ, എന്റെ മരണസമയത്ത് ശരണക്കേട് ഉൾപ്പെടുത്തുന്നതിനായി ദുഷ്ടാനുഭവം ശ്രമിക്കുമ്പോൾ അവരെ തടയണമേ. ഈ രഹസ്യത്തില് നല്ല മരണത്തിനായി ആശിച്ചു കിടക്കുന്ന എല്ലാ രോഗികളെ സമർപ്പിക്കാം. മരണാസന്നരായി കിടക്കുന്ന എല്ലാവർക്കും നല്ല മരണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ദരിദ്രഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടുവാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ 4 നിയമങ്ങളെയും പിതാവായ ദൈവത്തിന് സമർപ്പിച്ച് എല്ലാവരും കരമെത്തി ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. അഞ്ചാം നക്ഷത്ര പ്രാർത്ഥന. പരിശുദ്ധ അമ്മേ, നരകാഗ്നിയിൽ നിന്ന് എന്നെ രക്ഷിക്കുകയും നിന്റെ ഉദരത്തിന്റെ ഫലത്തോടെ എന്നെ ഒന്നാക്കി തീർക്കുകയും ചെയ്യണമേ. ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും എടുത്ത് പറയുന്നില്ല, എല്ലാ രാജ്യങ്ങളെ ഓർക്കുക. ആ രാജ്യങ്ങളെ പരിശുദ്ധ അമ്മയുടെ ദീപകാരണത്തിലേക്ക് സമർപ്പിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിന്റെ വലിയ ഇടപെടൽ ആ ദേശങ്ങളിലുണ്ടായി സമാധാനം എല്ലാ രാജ്യങ്ങളെ സംജാതമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ദരിദ്രഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടുവാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആറാം നക്ഷത്ര പ്രാർത്ഥന. ഭയാനകമായ വിധി നാളിൽ ശിക്ഷാവിധിയിൽ ഉൾപ്പെടാതിരിക്കാൻ പരിശുദ്ധ അമ്മേ സഹായിക്കണമേ. ഈ രഹസ്യത്തില് നമ്മളിലുള്ള വാശി, വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം, പക, ചതി, വഞ്ചന, എടുത്തിയാട്ടം ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ
നമ്മൾ കിടക്കുന്ന ദുശീലങ്ങൾ, ദുസ്തഴക്കങ്ങൾ ഇതെല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ദത്തപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഏഴാം നക്ഷത്ര പ്രാർത്ഥന. എന്റെ അന്ത്യവേർപാടിന്റെ സമയത്ത് പരിശുദ്ധ അമ്മേ, എനിക്കായി സ്വർഗ്ഗ കവാടം തുറക്കണമേ. ഈ രഹസ്യത്തില് ലോകമെമ്പാടും തിന്മ വിതയ്ക്കുന്ന എല്ലാ ശക്തികളെയും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. ഗുണ്ടാ പ്രവർത്തനം നടത്തുന്നവര്, ഭീകര പ്രവർത്തനം നടത്തുന്നവര്, സമൂഹത്തിന്റെ സമാധാനം നശിപ്പിക്കുന്ന വ്യക്തികള്, അതിനുള്ള സംഘടനകള്, ഇതിനെല്ലാം മാനസാന്തരം കൊടുക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ദത്തപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എട്ടാം നക്ഷത്ര പ്രാർത്ഥന. കടലിൽ അലയുന്ന തോണി പോലെ ആയിരിക്കുന്ന എന്റെ ആത്മാവിനെ പരിശുദ്ധാമയെ രക്ഷിക്കണമേ. ഈ രഹസ്യത്തിൽ സമാധാനം നഷ്ടപ്പെട്ട, ഐക്യം നഷ്ടപ്പെട്ട, ചിന്നച്ചെതറി കിടക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, സമാധാനമില്ല, വാശിയും പിണക്കും വൈരാഗ്യവും തമ്മിത്തല്ലുമായി കൂട്ട നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ ദിവ്യകാരണത്തിന് സമർപ്പിച്ച് എല്ലാ കുടുംബങ്ങളിലും ഈശോയുടെ ഹൃദയത്തിന്റെ സമാധാനം ലഭിക്കാൻ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ദത്തപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ 8 നിയോഗങ്ങളെ പിതാവായ ദൈവത്തിന് സമർപ്പിച്ച് കരവെത്തി പ്രാർത്ഥിക്കട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാതെയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. 9ാം നക്ഷത്ര പ്രാർത്ഥന. നിത്യനാഥപുത്രന്റെ അമ്മയായ പരിശുദ്ധ മറിയമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഈ രഹസ്യത്തില് വിവാഹം നടക്കാത്ത മക്കളുണ്ട്, അവരെ സമർപ്പിക്കാം. മക്കളില്ലാത്ത ദമ്പതിമാരുണ്ട്, അവരെ ഓർക്കാം. ജോലിയില്ലാത്തവരുണ്ട്, അവരെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കൊടുക്കാം. വിസ തടസ്സത്തിൽ കിടക്കുന്നവര്, വിദേശത്ത് എന്നിട്ട് PR കേട്ടാ കിടക്കുന്നവര്, അവിടെ ജോലി നഷ്ടപ്പെട്ട് കിടക്കുന്നവര്, ഇങ്ങനെ കഷ്ടപ്പെടുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ ദിവ്യകാരണത്തിലേക്ക് സമർപ്പിച്ച് അവർക്ക് ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ദത്തപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. 10ാം നക്ഷത്ര പ്രാർത്ഥന. പരിശുദ്ധ അമ്മേ, നിന്റെ പരിശുദ്ധ സ്നേഹത്തിലും ശക്തിയിലും എന്റെ ഹൃദയം നിന്നിലായിരിക്കാൻ സഹായിക്കണമേ. ഈ രഹസ്യത്തിൽ തെറ്റായ സ്നേഹബന്ധങ്ങളിൽ കിടക്കുന്നവര്, മദ്യപാനം, മയക്കുമരുന്ന് ഇതിനെല്ലാം അടിമപ്പെട്ടു പോയവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് പ്രത്യേക നിയോഗം വെക്കുന്ന രക്ഷ ഇന്റർവ്യൂ പാസ്സാക ബിജു ജോസഫ്, അദ്ദേഹത്തിന്റെ വർക്കുകളൊക്കെ നന്നായി നടക്കാൻ, ഏഞ്ചൽ അഖിൽ മക്കളുണ്ടാകാൻ, മേരി മാത്യു കുടുംബക്ഷേമത്തിന്, സെബാസ്റ്റ്യൻ PR ലഭിക്കാൻ, സോണ ആരോഗ്യത്തിന്, ഗോപു M ക്യാൻസർ രോഗം സുഖപ്പെടുത്തുന്നത്. ഈ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാമ്മയെ നിന്റെ വ്യക്തിപരമായ പ്രാർത്ഥന ഈ നിയോഗം വെച്ചിരിക്കുന്ന എല്ലാവർക്കും നൽകണമേ. ദിവ്യകാരുണ്യത്തിലേക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ദത്തപരമായി ഈശോ അനുഗ്രഹിക്കപ്പെടുവാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും